ശ്രീകുമാരൻ തമ്പി ഡയറക്റ്റ് ചെയ്ത സിനിമയാണ്. ശ്രീകുമാരൻ തമ്പി അന്നത്തെ ഹിറ്റ് ഡയറക്ടറും റൈറ്ററും പ്രൊഡ്യൂസറും മ്യൂസീഷ്യനും ഒക്കെയാണ്. അങ്ങനെ രതീഷും മമ്മൂക്കയായിരുന്നു ഈ ഒരു സിനിമയിൽ പ്രധാന വേഷങ്ങൾ ചെയ്തത്. രതീഷ് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു കോംബോയും അവരുടെ ഒരു സൗഹൃദമൊക്കെ തുടങ്ങുന്ന ഒരു സിനിമയാണ്. അത് ശരിക്കും തമിഴിലെ ഒരു സിനിമയുടെ റീമേക്കാണ്. രജനീകാന്തും ശിവകുമാറും, നമ്മുടെ നടൻ സൂര്യയുടെയും കാർത്തിയുടെയും അച്ഛൻ ശിവകുമാറും അഭിനയിച്ച ഒരു സിനിമയുടെ റീമേക്കാണ്. ആ ഒരു സിനിമയിലാണ് അതുവരെ വില്ലനായിരുന്ന രജനീകാന്ത് ഒരു ഹീറോ ആവുന്നതും ഹീറോ ആയിട്ട് ചെയ്തിരുന്ന ശിവകുമാർ നെഗറ്റീവ് റോളും ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു അത്. അതിൻ്റെ റീമേക്കിൽ ഇവിടെ രതീഷും മമ്മൂക്കയാണ് ചെയ്തത്. മമ്മൂക്കയ്ക്ക് അത് കരിയറിൽ ഭയങ്കര ഗുണം കിട്ടിയ ഒരു സിനിമ തന്നെയായിരുന്നു. ഈ ഒരു സിനിമയ്ക്ക് ശേഷം പിന്നെ മമ്മൂക്കയുടെ ഒരു പ്രധാനപ്പെട്ട സിനിമ, അതായത് നമുക്ക് ആദ്യമായിട്ടൊരു സോളോ ഹീറോ എന്നൊക്കെ നമുക്ക് പറയാം, അങ്ങനത്തെ ഒരു സിനിമയാണ് തൃഷ്ണ. MT വാസുദേവനാരുടെ സ്ക്രിപ്റ്റ്, IV ശശിയുടെ ഡയറക്ഷൻ. IV ശശി എന്ന് പറയുന്ന ഒരു നടൻ്റെ ആ ഒരു സംവിധായകൻ്റെ ക്യാമ്പിലേക്ക് മമ്മൂക്ക എത്തിപ്പെടുന്ന ആദ്യത്തെ സിനിമ. പിന്നീട് അവിടെ ഒരുപാട് സിനിമകൾ ചെയ്തു. ശരിക്കും ഒരു തൃഷ്ണ എന്ന് പറയുന്ന സിനിമയിൽ അന്ന് നായകനായിട്ട് ആദ്യം ഷൂട്ട് തുടങ്ങിയതും കുറച്ച് ദിവസങ്ങൾ അഭിനയിച്ചതൊക്കെ ബാബു നമ്പൂതിരിയാണ്. അന്ന് ബാബു നമ്പൂതിരി ഒരു കോളേജ് പ്രൊഫസറൊക്കെ ആയിരുന്നു. അദ്ദേഹം ആ സിനിമയിൽ അഭിനയിച്ചു. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഷൂട്ട് തുടങ്ങി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ബാബു നമ്പൂതിരിനെ ആ സിനിമയിൽ നിന്ന് IV ശശി മാറ്റുകയാണ് ഉണ്ടായത്. അങ്ങനെ പകരം ആര് എന്ന് പറയുന്ന ഒരു ഇതിൽ നിൽക്കുന്ന സമയത്താണ് മമ്മൂക്കനെ കുറിച്ച് അറിയണതും അങ്ങനെയാണ് മമ്മൂക്കനെ തൃഷ്ണ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഒരു ഭാഗമാക്കുന്നതും മമ്മൂക്ക അതിലെ നായകനാവുന്നതും. ഇത് സീമ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അതായത് സ്ഫോടനം എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോഴാണ് മമ്മൂക്കനെ സീമ ആദ്യമായിട്ട് കാണുന്നതും പരിചയപ്പെടുന്നതൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് തുഷാരം എന്ന് പറയുന്ന സിനിമയാണോ വേറെ ഏതൊരു സിനിമ, തുഷാരമല്ല വേറെ ഏതൊരു സിനിമയിൽ സീമ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് IV ശശി സീമനെ വിളിച്ചിട്ട് പറയണത് ഇങ്ങനെ തൃഷ്ണ എന്ന് പറയുന്ന സിനിമയിലെ നായകനെ മാറ്റി വേറൊരു നായകനാണ് മമ്മൂട്ടി എന്ന് പറയുമ്പോൾ സീമ പറഞ്ഞു നല്ല സെലക്ഷനാണ്, നല്ല കഴിവുള്ള ആളാണ്, ഉയർന്നു വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അന്ന് ഒരു എല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷ അന്നേ വന്ന ഒരു നടൻ തന്നെയായിരുന്നു മമ്മൂട്ടി.